നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു മന്ത്രി, സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ വായിൽ നിന്നും വന്ന വാക്കുകൾ, അതും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മരണം, ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മന്ത്രി എടുത്ത നിലപാട്, മന്ത്രിയുടെ വാക്കുകൾ നമ്മുടെ കേരളത്തിലെ ജനതയെ ഒന്നടങ്കം രോക്ഷാകുലരാക്കുന്ന വാക്കുകൾ തന്നെയാണ് മന്ത്രിയുടെ വായിൽ നിന്നും വന്നിരിക്കുന്നത്. ഒരു മന്ത്രിയും ഒരു തരത്തിലും പ്രതികരിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പുറത്ത് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് CPM ഉള്ളത്. പക്ഷേ വെല്ലുവിളി പലതുണ്ട് എന്ന് CPM സ്ഥാനാർത്ഥി M സ്വരാജിന് തന്നെ നന്നായി അറിയാം. അതിനിടയിലാണ് സ്വരാജിന്റെ വിജയ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ ഒരാണി അടിക്കുകയാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ സ്വരാജിന് മേലൊരു ആണി അടിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മൃതദേഹത്തോട് കാണിക്കുന്ന അനാദരവ്, ആ മരണത്തോട് കാണിക്കുന്ന അനാദരവ്, ആ കുട്ടിയുടെ കുടുംബത്തോട് കാണിക്കുന്ന അനാദരവ്, അത് തന്നെയാണ് മന്ത്രി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ വിദ്യാർത്ഥി മരിച്ച സംഭവം ദാരുണവും വേദനാജനകമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞതോടൊപ്പം തന്നെ ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരു അവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ എന്നും അവസരമുണ്ടാക്കിയതാണോ എന്നും സംശയം ഉയർന്നിട്ടുണ്ട് എന്ന് മന്ത്രി ആരോപിക്കുകയായിരുന്നു. എന്തിന്റെ ആവശ്യത്തിന്? 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മരണം വെച്ച് കളിക്കേണ്ട കളിയാണോ രാഷ്ട്രീയം എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിന്റെയൊക്കെ തന്നെ അത്രയും അതപ്പതിച്ചോ നമ്മുടെ രാഷ്ട്രീയക്കാർ എന്ന ചോദ്യവും കൂടി ഉയരുകയാണ്. അപകടം ആ പ്രദേശത്തുള്ളവർ അറിയുന്നതിന് മുൻപ് മലപ്പുറത്ത് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചന സംശയിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറയുകയാണ്. അതായത് ഇതിനെ ഒരു കോൺഗ്രസ് കൊലപാതകമായി അവതരിപ്പിക്കുകയാണ് മന്ത്രി. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ നിലവിലെ സാഹചര്യത്തെ രൂക്ഷമായി തന്നെയാണ് വിമർശിച്ചിരിക്കുന്നത്. CPM സ്ഥാനാർത്ഥി M സ്വരാജിന് പോലും മന്ത്രിയെ പിന്തുണയ്ക്കാൻ കഴിയുന്നില്ല. ഇതോടെ ഈ വിഷയം തീർത്തും രാഷ്ട്രീയമായി മാറിയിരിക്കുകയാണ്. മന്ത്രി ശശീന്ദ്രന്റെ ഈ പ്രതികരണത്തിൽ CPM കടുത്ത അതൃപ്തിയിലുമാണ്. മന്ത്രിയുടെ വാക്കുകൾ മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ ഒന്ന് കേൾക്കാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വൈദ്യുതി ബോർഡും അറിഞ്ഞില്ല, വൈദ്യുതിയുടെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന അന്വേഷണത്തിലൂടെ 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ് കിട്ടിയ ഒരവസരമായി ഉപയോഗപ്പെടുത്തിയതാണോ, അവസരമുണ്ടാക്കിയതാണോ എന്നൊരു സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം പരിസരവാസികളായ ആളുകൾ പോയത് രാവിലെ അവിടെ അത്തരമൊരു ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ്. വൈകുന്നേരമാകുമ്പോഴേക്കാണ് അവിടെ കിട്ടിയത്. മറ്റൊരു ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാരൻ അറിയില്ല, ഉടമസ്ഥൻ അറിയില്ല. ഇതാര് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്ത് ചെയ്തു, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമഗ്രമായ പരിശോധനയിൽ ഉൾക്കൊള്ളിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവിടെ പ്രവർത്തിക്കും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും ഏതാനും മാധ്യമങ്ങളുടെയും നിലപാട് അവരിനിയെങ്കിലും ഒന്ന് പുനഃപരിശോധിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കുറ്റവും വനംവകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ ഈ ഒരു സംഭവം ഒരു പാഠമായി തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടികൾ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. ഈ അവസരം ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ഇതിലൊരു സംഭവത്തെ കുറിച്ച് സംശയം ഉണ്ടെന്നാണോ വനമന്ത്രി പറയുന്നത്? അതെ, വീട്ടുകാരൻ അറിയില്ല എന്ന് പറയുന്നു, വൈദ്യുതി വകുപ്പ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, കണക്ഷന് വേണ്ടി അവർ അപേക്ഷിച്ചില്ല എന്ന് പറയുന്നു. വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്യജീവികളെ പിടികൂടാൻ വൈദ്യുതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന കേന്ദ്ര നിയമം തന്നെ നിലവിലുണ്ട്. ആ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് അറിയാത്തവരല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന ഒരു ധാരണയാണ് ഇപ്പോൾ ആ പ്രദേശത്തുള്ള വ്യാപകമായ ചർച്ച. അപ്പോൾ തീർച്ചയായും ഗവൺമെന്റ് അത് പരിശോധിക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, അപ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്നെല്ലാവർക്കും അറിയാലോ. ആ ഗുണഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ? ഒരു വിഷയദാരിദ്ര്യം ഇപ്പോൾ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിപക്ഷവും അത് BJPയും പ്രതിപക്ഷവും അനുഭവിക്കുന്നുണ്ട്. അതിന് ഇതേവരെ തണുത്തു ഉറഞ്ഞു പോയ പ്രചരണത്തെ ഒന്ന് കൊഴുപ്പിക്കാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ ഇങ്ങനെയൊരു സംഭവം ബോധപൂർവം ഉണ്ടാക്കിയെടുത്താൽ സാധിക്കുമല്ലോ
പാവപ്പെട്ട കർഷക ജനതയുടെ വികാരങ്ങളെ തട്ടിയുണർത്താൻ കഴിയുമല്ലോ, ആ വികാരം ഗവൺമെന്റിനെതിരായി മാറ്റാൻ കഴിയുമല്ലോ എന്ന് ആലോചിച്ചിട്ടുണ്ടാകാമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തിയില്ല എന്ന് പറയാൻ സാധിക്കില്ല. അല്ല, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. KSEBയെ പറ്റി അപ്പൊ അതിനെന്തിനാ വനം വകുപ്പിനെതിരെ പ്രകടനം നടത്തിയത്? അപ്പൊ KSEB പറയുന്നത് അവരറിയാതെയാണ് കാരണം അങ്ങനെ ഒരു കണക്ഷൻ കൊടുത്ത് ഒരു രേഖയും അവിടെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ചെയ്തിട്ടുള്ളതും അനധികൃതമായി ചെയ്തൊരു കാര്യമാണ്. അനധികൃതമായി ചെയ്ത കാര്യം നമ്മുടെ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ്. ആ കുറ്റം ഉൾപ്പെടെയുള്ളവരെ ചേർത്തിക്കൊണ്ടാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പേരെ ഇപ്പൊ തന്നെ പിടിച്ചു കഴിഞ്ഞു. അവർ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2 പേരെന്ന് പറയുന്നത് വനം വകുപ്പായിട്ടോ KSEB ആയിട്ടോ ബന്ധപ്പെട്ടവരെയല്ല കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണെങ്കിൽ ആ തട്ടിപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കർശനമായ നല്ല നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്താനും ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും വികാരപരമായി അവരെ രംഗത്തിറക്കുകയും, ഒരു ഉദാഹരണം ഞാൻ പറയാം. നിലമ്പൂരിൽ ഈ വിവരം അറിഞ്ഞ് നാട്ടുകാരറിയും മുമ്പ് മലപ്പുറത്ത് പ്രകടനം നടന്നല്ലോ. അതെങ്ങനെ പ്രകടനം നടന്നത്? നിലമ്പൂരുകാർ വിവരം അറിഞ്ഞിട്ടില്ല, വഴിക്കടവുകാർ വിവരം അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ മലപ്പുറത്ത് UDFന്റെ പ്രകടനം നടന്നല്ലോ. അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയമാണ്. ഞാൻ സംശയം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ കുറ്റം ആരോപിക്കുകയല്ല. സംശയിക്കത്തക്ക ഗുരുതരമായ സാഹചര്യം അവിടെ നിലവിലുണ്ട്. ഏത് രീതിയിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ്? ഗവൺമെന്റിനെതിരെയുള്ള ക്യാമ്പയിൻ, അവിടെ ഇലക്ഷൻ നടക്കുകയില്ല. ഗവൺമെന്റിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ എന്നത് അവർക്ക് ഏറ്റവും പ്രശ്നം. കാരണം അവർക്കൊരു ക്യാമ്പയിൻ ഇപ്പോൾ ഇല്ല. കുറേ ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും കലഹിച്ചും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വളരെ വളരെ ആസൂത്രിതമായ രംഗത്തിറങ്ങാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു മുന്നണിയെ ഒരു ജീവൻ നൽകുന്നതിന് എന്തെങ്കിലും ഔഷധം വേണമല്ലോ. അല്ല, കേരളത്തിലെ വനംവകുപ്പിന് വന്യജീവി അക്രമം മൂലം ആരും കൊല്ലപ്പെട്ടില്ല. പക്ഷേ ഓരോ സംഭവത്തെയും അതിന്റെ വസ്തുതാപരമായി കാണുന്നതാണ്. ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ആവശ്യത്തിനായി ദുരുപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെയുള്ള ആക്ഷേപം. അത് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി മറ്റു 2 കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സുകാരന്റെ ഈ ഒരു മരണത്തെ കൊലപാതകം കാണിച്ച മന്ത്രിയുടെ ആ മനസ്സിനെ എങ്ങനെയാണ് കേരളം കാണേണ്ടത്? മന്ത്രിയെ എന്താണ് വിളിക്കേണ്ടത്? ഒരു കാലത്തും ഒരു മന്ത്രിയും ഒരു തരത്തിലും എടുക്കാത്ത നിലപാടാണ് ഇപ്പോൾ ഇദ്ദേഹം എടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ അത്രയും ബഹുമാനത്തോടുകൂടി വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയുക. പക്ഷേ അപ്പോഴും നിലവിലെ സാഹചര്യത്തിൽ റോഡ് ഉപരോധിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. കുട്ടികളെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആശുപത്രിക്ക് സമീപം സംഘർഷാവസ്ഥ തുടരുകയായിരുന്നു. പ്രദേശത്ത് വൻ പോലീസ് സന്നാഹമാണ് വിന്യസിച്ചിട്ടുള്ളത്. പരമ കഷ്ടം തന്നെയാണ് ഈ ഒരു പ്രതികരണം. ഉത്തരവാദപ്പെട്ട പദവിയിലുള്ള ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുന്നത്? അനധികൃതമായി കാട്ടുപന്നികളെ തടയാൻ ചിലർ വെച്ച ഇലക്ട്രിക് കെണിയിൽ തട്ടി ഒരു കുട്ടി മരണപ്പെടുന്നു. കാട്ടുപന്നി ശല്യം ഏറ്റവും ഗുരുതരമാണ്. അതിനെ തടയാൻ സർക്കാർ എന്ത് നടപടിയും എടുക്കണം. അതിനുവേണ്ടി പുതിയ നിയമനിർമ്മാണം നടത്തണം. ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധിക്കുന്നത് സാധാരണമാണ്. നിലമ്പൂരിലെ വോട്ടർമാർക്ക് മാത്രമല്ല, കേരളത്തിലെ മഹാഭൂരിപക്ഷത്തിനും ഈ ഒരു ദുരിതത്തിൽ സങ്കടമുണ്ട്, പ്രതിഷേധിക്കാൻ ആഗ്രഹവുമുണ്ട്. എന്നാൽ ഉത്തരവാദപ്പെട്ട പദവിയിലുള്ള ഒരാൾ ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് എന്ന രീതിയിൽ അഭിപ്രായപ്പെടാൻ പാടില്ലായിരുന്നു. കാശ്മീരിൽ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിനെ പറ്റി ഇവിടെ ചിലർ പറയുന്ന രീതിയിലാണ് ഈ പ്രതികരണം എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ ജനവികാരം തിരിക്കാൻ ഒരു വിദ്യാർത്ഥി വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതിയെടുത്ത് സ്ഥാപിച്ച പന്നിക്കണിയിൽ പോയി പിടിച്ച് സ്വയം മരിച്ചു. ഇതാണ് ഈ മന്ത്രി പറഞ്ഞതിന്റെ സാരം. പൂച്ചക്കുട്ടിയെ അറസ്റ്റ് ചെയ്യണം, ചോദ്യം ചെയ്യുക, എല്ലാം വ്യക്തമാകും. ഒരു സ്ഥലത്തും സർക്കാർ വേണ്ട രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. ആശുപത്രികൾ നോക്കൂ, പരമ ദയനീയ അവസ്ഥയാണ്. സ്കൂൾ കോളേജുകളിൽ മയക്കുമരുന്ന് കച്ചവടം, റാഗിംഗ്, കൊലപാതകങ്ങൾ. പൊതുമരാമത്ത് നോക്കൂ, സർവത്ര അഴിമതി. റോഡുകൾ ഇടിഞ്ഞു താഴുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കാർ? സമയത്ത് ഈ വൈദ്യുത കമ്പി മാറ്റിയിരുന്നു എങ്കിൽ ഈ കുട്ടി മരിക്കുമായിരുന്നോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. വെഞ്ഞാറമൂട്ടിൽ ഗുണ്ടകൾ തമ്മിൽ തല്ലി ചത്തപ്പോൾ CPM കളിച്ച നാറിയ രാഷ്ട്രീയം കേരളം മറന്നിട്ടില്ല. കൂടെ മറ്റു ചില നാറിയ കഥകളും. നഷ്ടപരിഹാരം നൽകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി വരും. അത് ഇവിടെ ആരും താൽക്കാലികമായി എടുക്കുന്നില്ല. മന്ത്രിയുടെ പാർട്ടി പലപ്പോഴും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാവണം ഇത്രയും കൃത്യമായി മന്ത്രി ഇത് പറയുന്നത്.
എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാർ ഇത്തരത്തിൽ കാട്ടിക്കൂട്ടുന്നത് എന്ന ചോദ്യമാണ്. അങ്ങനെ പലതരത്തിലുള്ള ചോദ്യമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. അത്രയ്ക്ക് വികാരഭരിതമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു നേരത്ത് എന്തുകൊണ്ടാണ് മന്ത്രി ഇങ്ങനത്തെ ഒരു വാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിച്ചത് എന്നൊരു സംശയമാണ് ഉള്ളത്. സ്വന്തമായി കുഴി വെട്ടിയിരിക്കുകയാണ് മന്ത്രി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മന്ത്രി പറയേണ്ടത് മന്ത്രിക്ക് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, സംശയവും മോഹവുമല്ല പറയേണ്ടത്. 9 വർഷമായി ഈ സ്ഥാനത്തിരുന്നിട്ട് പ്രാഥമികമായ ഈ കാര്യം പോലും അറിയില്ല. ഇനി ഗൂഢാലോചനയുണ്ടെങ്കിൽ അധികാരമുള്ള മന്ത്രി അത് കണ്ടെത്തി നിയമപരമായ നടപടിയെടുക്കണം. എന്തായാലും മറ്റാരും ഇയാളുടെ പ്രതികരണം ഏറ്റെടുക്കുന്നില്ല. വഴിക്കടവ് അപകടത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ ഉന്നയിച്ച ഗൂഢാലോചന ആരോപണം പിന്തുണച്ച് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തുകയാണ് എന്നുള്ള വാർത്ത കൂടി വരുമ്പോൾ സത്യത്തിൽ എങ്ങോട്ടാണ് ഇവർ പോകുന്നത് എന്ന ചിന്ത തന്നെയാണുള്ളത്. പാതാളക്കുഴിയിലേക്ക് CPM-നെ എത്തിക്കാൻ ഇതിലും വലിയ ആളുകളൊന്നും തന്നെ CPM-ൽ തൽക്കാലത്തേക്ക് വേണ്ട എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കാനിടയ സംഭവത്തിൽ പിടിയിലായ പ്രതിയുടെ ഫോൺ കോൾ അടക്കം പരിശോധിക്കണമെന്നാണ് ഗോവിന്ദന്റെ ആവശ്യം. അപകടത്തിന് മുൻപും ശേഷവും പ്രതി ആരൊക്കെയോ വിളിച്ചതിൽ വ്യക്തത വരണം. അപകടം നടന്ന സ്ഥലത്തെ പഞ്ചായത്ത് അംഗം UDF സ്ഥാനാർത്ഥിയുടെ ഉറ്റ സുഹൃത്താണെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയെ കിട്ടിയല്ലോ, ഇനി പ്രതിയുടെ ഫോൺ കോൾ അടക്കം പരിശോധിച്ച് ഗൂഢാലോചനയിൽ വ്യക്തത വരുത്തണം. ഒന്നും കിട്ടാതിരുന്നപ്പോൾ വീണു കിട്ടിയ അവസരം പോലെ ഈ സംഭവത്തെ ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമുണ്ട്. KSEB-ക്കല്ല ഉത്തരവാദിത്തം. വൈദ്യുത കണ്ടെടുത്ത് അപകടം ഉണ്ടാകാൻ ബോധപൂർവം ശ്രമിച്ചു. അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. പന്നിയെ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു കെണി വെക്കണോ? ഇത് കർഷകരുടെ പ്രശ്നവുമായി ബന്ധമുള്ളതല്ല, ഇത് ഫെൻസിംഗുമായി ബന്ധമുള്ളതല്ല എന്നും MV ഗോവിന്ദൻ പറയുകയാണ്. സ്ഥലം പഞ്ചായത്ത് മെമ്പർ UDF സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണ്. സംഭവം ഉണ്ടായ ഉടനെ വിഷയത്തിൽ സമരവും പ്രക്ഷോഭവും UDF ആരംഭിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ശക്തമാണ്. ഇതിനു മുൻപ് അവിടെ അത്തരം സംഭവങ്ങൾ ഉണ്ടായോ എന്നും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല എന്നും നാട്ടുകാർ തന്നെ പറയുകയാണ്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ സംഭവം പരിശോധിക്കണം. പ്രതിയുടെ ഫോൺ കോൾ പരിശോധിച്ചാൽ ആരുടെയൊക്കെ ബന്ധപ്പെട്ടു, ആരോടൊക്കെ സംസാരിച്ചു എന്ന കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാവും. ജയിക്കാൻ എന്തും ചെയ്യുന്ന കൂട്ടരാണ് പ്രതിപക്ഷമെന്നും അദ്ദേഹം പറയുകയാണ്. സത്യത്തിൽ ഈ ഒരു വിഷയത്തെ, അതായത് ഷോക്കേറ്റ് പിടഞ്ഞു മരിച്ച ആ കുഞ്ഞിനെ വീണ്ടും വീണ്ടും ഇവർ കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. ആ വീട്ടുകാരെ കുറിച്ചുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. സാധാരണപ്പെട്ട ആ വീട്ടിലെ അച്ഛനെയും അമ്മയും സുഹൃത്തുക്കളെയും സഹോദരിയെയും ഒക്കെ നിങ്ങളൊന്ന് ചിന്തിക്കുക. മാത്രമല്ല ഈ ഒരു അവസ്ഥ സ്വന്തം വീട്ടിൽ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഒന്ന് കൃത്യമായി ആലോചിച്ച് ബോധത്തോടു കൂടി സംസാരിച്ചാൽ നന്ന്.